ഹലോ, ഞാൻ സുനി സജീവ് രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോർച്ച. യേശുവിൻ്റെ കൃപയാൽ സകലർക്കും സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ. ദീർഘായുസ്സും പൂർണ്ണ ആരോഗ്യം കൊണ്ട് യേശു ക്രിസ്തു നിങ്ങളെ നിറയ്ക്കട്ടെ, സർവ്വ നന്മയാലും അനുഗ്രഹിക്കട്ടെ. പിന്നെ വിശേഷമൊക്കെ അപ്പോൾ ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാവേ. നാം ദൈവത്തെ, ഇത് ഭയങ്കരമായിട്ട് ഇന്ന് ഇന്ന് എനിക്ക് രാവിലെ പ്രാർത്ഥിക്കാൻ ഇന്നിപ്പോൾ ബൈബിൾ വായിക്കാൻ കിട്ടിയത് ഇരമ്യാവ് പ്രവാചകനിൽ കൂടി ദൈവം സംസാരിക്കുന്ന കേട്ടോ. ദൈവം പണ്ടത്തെ കാലത്ത് ചെയ്യുന്ന മനുഷ്യരുടെ പ്രവൃത്തി കൊണ്ട് ദൈവം അങ്ങനെ പാറ പൊട്ടിച്ച് വെള്ളം കൊടുത്ത് ഇങ്ങനെ വഴി നടത്തിയ മനുഷ്യരും അത് കടൽ രണ്ടാക്കി അതിൻ്റെ നടുക്കേക്കട നടത്തിയ ഒരു ഇച്ചിരി നേരം കഴിയുമ്പോൾ വിഗ്രഹം ഉണ്ടാക്കണോ, അങ്ങോട്ട് മാറണോ, ഈ ദൈവമൊന്നും അല്ലെന്നും പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ കോപം വന്നു. പിന്നെ പെട്ടെന്ന് ദൈവം കോപം വന്നത് കോപം മാറ്റി മഹാകരുണയാൽ അവരെ അനുഗ്രഹിക്കണ ആ സ്നേഹമാട്ടോ ഞാൻ വായിച്ചത്. അപ്പം ഞാൻ ഓർക്കും ദൈവം പിന്നെയും മഹാകരുണയാൽ നമ്മൾ ഒരിക്കലും മാറിപ്പോകാതിരിക്കാൻ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ അനുഗ്രഹിക്കണ അനുഗ്രഹം ഓർക്കുക. എന്ന് വായിക്കുന്നത്, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചത് എൻ്റെ പുത്രനെ നമ്മുടെ പാവങ്ങൾക്ക് പ്രായച്ചിത്താകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. സ്നേഹം എന്ന് പറഞ്ഞാൽ അതാ ആ ദൈവത്തിൻ്റെ സ്നേഹം. എന്നാൽ പോട്ടെ, ഇത് പറഞ്ഞാൽ അനുസരിക്കില്ല, ഇത് എങ്ങനെ ഈ ചിലർക്ക് ദൈവത്തിന് എന്ത് സ്നേഹം, എന്നാൽ എനിക്ക് കഷ്ടതകളൊക്കെ വരുവാർന്നോ, ഞാൻ എന്തുമാത്രം ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്നൊക്കെ പറഞ്ഞ് എല്ലാ സൃഷ്ടിയും ദൈവത്തിൻ്റെയാന്നൊക്കെ പറഞ്ഞ് എന്താണ് ഞാൻ എപ്പോഴും ദൈവം പറയണ വചനം പ്രമാണിച്ചാലല്ലേ, നമുക്ക് അനുസരിച്ചാലല്ലേ നമുക്ക് അനുഗ്രഹം വരുള്ളൂ. ആ വഴി കൂടെ പോയാൽ അവിടെ പ്രശ്നങ്ങളാണ്, വലിയ കുഴിയുണ്ട്, ഗർത്തമുണ്ട്, ആ വഴി പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ വഴി കൂടെ മാത്രം പോയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ കുഴി ചെന്ന് ചാടും. എൻ്റെയൊക്കെ ജീവിതം അങ്ങനെയായിരുന്നു. കുഴി ചെന്ന് ചാടിക്കഴിയുമ്പോഴാണ് നമ്മൾ നമ്മുടെ അപ്പനെ ഓർക്കണേ, എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണേ, ഞാൻ ഈ കുഴി ചാടിയല്ലോ, അങ്ങനെ ഈ കുഴി ചാടിച്ചതാ. നമുക്ക് പിന്നെ വെറുതെ ഇരിക്കണം, നമ്മൾ അങ്ങോട്ട് പോയി ചാടിയതാട്ടോ. നമ്മൾ വിളിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യാത്ത നമ്മളപ്പം ദൈവത്തിനെ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അങ്ങ് എനിക്ക് എന്നെ ഈ കുഴിയെ കൊണ്ടുപോയി ചാടിച്ചല്ലോ, അങ്ങ് എന്നോട് അങ്ങനെ ചെയ്തല്ലോ, അങ്ങ് ദൈവമാണോ, ദൈവം ഇല്ല ലോകത്തിൽ, ഇങ്ങനെ പിറുവിറുപ്പും ബഹളമാകും. ദൈവം പറഞ്ഞേക്കണം എന്നാന്നൊന്നും ശ്രദ്ധിക്കില്ല. ദൈവം ബൈബിളിൽ കൂടി നമ്മളോട് സംസാരിച്ച് നമുക്ക് സമാധാനവും സ്വസ്ഥതയും സന്തോഷമുള്ള ജീവിതം നയിക്കാൻ വേണ്ടി എല്ലാ വചനവും തന്ന് വാഗ്ദത്തങ്ങൾ തന്നത് ആമയും പറഞ്ഞ് അത് ഏറ്റെടുത്ത് വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതം മാറി മറിയും കേട്ടോ. പക്ഷെ അതൊന്നും കേൾക്കാണ്ട് നമുക്ക് തോന്നണ വഴി കൂടെ പോകും. ദൈവം നമ്മളെ സൃഷ്ടിച്ചേക്കണം വൻ പദ്ധതി വിചാരിച്ചാൽ നമ്മൾ ഭൂമിക്ക് ഒരു അനുഗ്രഹമാകാനും, നമ്മൾ പരിശുദ്ധാത്മാവിനാൽ ഭൂമിക്ക് ഒരു അനുഗ്രഹമാകാനും നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഒത്തിരി മേഖലകളിലെ അമ്മ, സഹോദരി, സുഹൃത്ത്, നമുക്ക് എന്തെല്ലാം സ്ഥാനമാനങ്ങളാണ് ഭൂമിയിലുള്ള, അതെല്ലാം ദൈവം തന്നതാണ്. അവിടെയൊക്കെ നമ്മൾ അതിമനോഹരമായി ദൈവത്തിൻ്റെ വെളിച്ചമാകാനാണ് നമ്മളെ സൃഷ്ടിച്ചേക്കണേ. പക്ഷേ എങ്കിൽ നമ്മൾ അവിടെയൊക്കെ ഞാൻ എന്നുള്ള അഹങ്കാരവും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ കേട്ടോ പറ്റിയ യേശുമ്പരാൻ എന്നെ ഏൽപ്പിച്ചേക്കണ ഒരു മേഖലയിൽ ഞാനൊരു ഭംഗിയായിട്ട് നിർവഹിച്ചതായിട്ട് എനിക്ക് തോന്നണില്ല. അതൊക്കെ കഴിഞ്ഞു പോയി. ഒരെല്ലാം ആ ഘട്ടങ്ങളിലൊന്നും ഞാൻ ദൈവത്തെ അറിഞ്ഞില്ല. കുഞ്ഞിലേ ദൈവത്തെ അറിയണം. എല്ലാവരും ഓർക്കും നമ്മൾ പ്രായമായി കഴിഞ്ഞാണ് ദൈവത്തെ, മരിക്കാറാകുമ്പോൾ ദൈവത്തെ അറിഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ. അതൊന്നുമല്ല, നമുക്ക് ജീവിക്കാനാണ് ഈ ഭൂമിയിൽ. നമ്മൾ ആ ദൈവരാജ്യത്തിൽ ജീവിച്ച് യേശുക്രിസ്തുവിനോട് കൂടെ ജീവിച്ച് ജയാളിയായി നല്ല സന്തോഷമായിട്ട് ഈ ഭൂമിയിൽ നമ്മൾ വാണും സർവ്വ നന്മ അനുഭവിച്ച് നിത്യജീവൻ്റെ ഉടമയാകാനാണ് നമ്മളെ ഭൂമിയിലേക്ക് വിട്ടത്. അല്ലാണ്ട് കഷ്ടപ്പാടും ദുരിതം അനുഭവിക്കാനും നമ്മളെ സ്വർഗീയ പിതാവ് വിടുമോ? അപ്പോൾ സ്വർഗീയ പിതാവിന് നമ്മളെ പിരിഞ്ഞിരിക്കുന്നതും ഇഷ്ടമല്ല. അത് കാരണമാണ് പരിശുദ്ധാത്മാവിനെ നമ്മളെ നിക്ഷേപിച്ചേക്കണേ. ദൈവത്തിൻ്റെ മകനേക്കാളും നമ്മളെ ഇമ്പോർട്ടൻസ് തന്ന് ആ മകൻ്റെ ജീവൻ തന്ന് നമ്മൾ തിരിച്ച് വീണ്ടെടുത്ത് അങ്ങോട്ട് തന്നെ കൊണ്ടുപോകാൻ മകനെ അയച്ചു. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മളെപ്പോഴും ഇങ്ങനെ ദൈവം ഉണ്ടോ, ദൈവം ഇല്ല, ദൈവം പറഞ്ഞതോ ദൈവം പറയണതോ ഒന്നും കേൾക്കില്ല, ദൈവം ഉണ്ടോ എന്ന് ബൈബിളെടുത്ത് വിടത്തി നോക്കുക. എനിക്കെപ്പോഴും ദൈവം എന്നോട് സംസാരിക്കാറുണ്ട്, എപ്പോഴും പരിശുദ്ധാത്മാവ് സംസാരിക്കാറുണ്ട്. അപ്പം നമ്മളെ ആ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ആത്മാവിൽ ബലപ്പെടണം, അമിതമായി ബലപ്പെടണം. കഴിഞ്ഞ ദിവസം നമ്മുടെ ബൈബിൾ ക്ലാസ്സിൽ പാട്ട് പാടിയല്ല, കാൽപാദം നനഞ്ഞാൽ പോരാ, മുട്ടോളം പോരാ, അരയോളം പോരാ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ നമ്മൾ നീന്തി തുടിക്കണം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള സന്തോഷവും സമാധാനവും സ്വസ്ഥത എത്രയായിരിക്കും എന്നറിയാമോ? അപ്പം നമുക്ക് അത് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ദൈവത്തിനെ പ്രസാദിപ്പിക്കുന്നവരാകാം. പണ്ട് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടില്ല, അബ്രഹാം ലിങ്കൻ കുതിരപ്പുറത്ത് പോവുക. അപ്പോൾ താഴെ നിന്ന് ഒരാൾ ഹാറ്റെടുത്ത്, അബ്രഹാം ലിങ്കൻ പ്രസിഡൻ്റാണല്ലോ, ഇങ്ങനെ ഹാറ്റെടുത്ത് ഇങ്ങനെ ഇങ്ങനെ തല കുനിച്ച് വണങ്ങി. അപ്പോൾ അബ്രഹാം ലിങ്കനും തലയിലെ തൊപ്പിയെടുത്ത് അയാളെ വണങ്ങിയിരുന്നു. അപ്പോൾ
കണ്ട ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ അമേരിക്കൻ പ്രസിഡൻ്റാ, നിങ്ങൾ എന്തിനാണ് ഒരു സാധാരണക്കാരനെ വണങ്ങിയെന്ന്. അപ്പോൾ അബ്രഹാം ലിങ്കൺ പറഞ്ഞു, അവൻ എന്നെക്കാളും വലിയവനാകേണ്ടത്. അത് പുള്ളി അമേരിക്കൻ പ്രസിഡന്റ് അബ്രഹാം ലിങ്കൺ ഉദ്ദേശിച്ചത് സൗമ്യതയിൽ അങ്ങനെ അബ്രഹാം ലിങ്കനേക്കാളും വലിയതാകേണ്ടതാണ്. ഒരു സാധാരണ പൗരനെ വരെ വണങ്ങുന്ന അമേരിക്കൻ പ്രസിഡന്റ് ആ സൗമ്യതയ്ക്കാണ് വില കൊടുത്തത്. അപ്പോൾ നമുക്കും അതുപോലെ നമുക്ക് ഈ നമ്മുടെ ഒരു ക്യാരക്ടർ, യേശുവിൻ്റെ ക്യാരക്ടർ ആയാൽ നമ്മളും ലോകത്ത് മരിച്ചു കഴിഞ്ഞാൽ അബ്രഹാം ലിങ്കൻ എന്ന് ഓരോ പ്രവൃത്തികളും ഇങ്ങനെ നമ്മൾ വായിക്കണില്ല. മഹാത്മാഗാന്ധിയുടെയൊക്കെ നമ്മുടെ ഓരോ വലിയ വലിയ അബ്ദുൽ കലാമിൻ്റെ ഉണ്ട്, മദർ തെരേസയുടെ ഉണ്ട്. അവരെത്ര കാലം മുമ്പ് മരിച്ചത്, അവർ ചെയ്ത ഓരോ പ്രവൃത്തി, അവരുടെ നാവിൽ നിന്ന് വന്ന ഓരോ വാക്കുകൾ ഇപ്പോഴും ജീവിക്കുന്നു, അവരിപ്പോഴും ജീവിക്കുക. നമ്മളൊക്കെ അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പറ്റി ഒരു വാക്ക് പറയാൻ നമ്മുടെ തലമുറയോ മക്കളോ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടാകേണ്ട ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചു എന്നൊരു തെളിവ് വേണ്ട. അതിന് നമ്മുടെ പ്രവൃത്തി മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ ഭൂമിയിൽ. അപ്പോൾ അങ്ങനെ ജീവിച്ചിരിക്കണമെങ്കിൽ നമ്മൾ യേശപ്പൻ പറയണ പോലെ ആ സൗമ്യതയും താഴായ്മയും കരുണയും ദയ സ്നേഹം യേശപ്പൻ്റെ സ്വഭാവമാകണം. പരിശുദ്ധാത്മാവിനാലുള്ള പ്രവൃത്തി മാത്രം ഭൂമിയിൽ ജീവിച്ചിരിക്കുകയുള്ളൂ കേട്ടോ. നമ്മുടെ മിടുക്ക സാമർത്ഥ്യത്തിലുള്ള പ്രവൃത്തി അതിലും മിടുക്കം വരുമ്പോൾ ആ പ്രവൃത്തിയൊക്കെ മാഞ്ഞു പോകും. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ശാശ്വതമായിട്ട് നിൽക്കും. ആ പ്രവൃത്തികൾ അത് അവരെയൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് നയിച്ച ആൾക്കാരാണ്. അവർ ആത്മീയ മനുഷ്യരാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പേര് പറഞ്ഞവരെല്ലാം അങ്ങനെ ആത്മീയ മനുഷ്യർ പറയണത് ലോകത്ത് ജീവിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ അവരെ ദൈവം നയിച്ച കാരണമാണ്. അപ്പോൾ നമുക്ക് 2024 ഒരു തീരുമാനം എടുക്കാം. ദൈവത്തിനെ പ്രസാദിപ്പിക്കാൻ, ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്ന ദൈവജനായി മാറാം. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. അപ്പോൾ നമ്മുടെ തലമുറയും മക്കളും ഒക്കെ ദൈവജനം എന്നറിയപ്പെടും. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോയിലേക്ക് പോകാം. ഒരു മേക്കപ്പിൻ്റെ ഉണ്ട്. മേക്കപ്പ് ആ കൊച്ചൊക്കെ എൻ്റെ കൂട്ടുകാരിയുടെ മോളായിരുന്നു. ബോംബെ ജനിച്ചു വളർന്ന ന്യൂജൻ. ഒന്നും വേണ്ട, ഒരു മുഖത്തൊന്നും ചെയ്യണ്ട, ഇങ്ങനെ മേക്കപ്പ് ലൈറ്റായിട്ട് വേണം. അതിന് മേക്കപ്പ് ചെയ്തത് അറിയണ്ട. എയർ ബ്രഷ് മേക്കപ്പ് അതിന് പുതിയുണ്ട്, പക്ഷേ എല്ലായിടത്തും എയർ ബ്രഷ് ചെയ്യുമ്പോൾ ഒത്തിരി ഓവറായി പോവാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ തവണ എന്നോട് ഇങ്ങനെ വേറെ കൊച്ചിനും കൊതിയാണ്, പക്ഷെ പേടിയാണ് എയർ ബ്രഷ് മേക്കപ്പ് മുഖച്ചായ മാറുമെന്ന്. ലൈറ്റായിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് സമ്മതിച്ചില്ല കേട്ടോ. എയർ ബ്രഷ് അത് കാരണം ചെയ്തില്ല. അതിൻ്റേതായ നല്ല കളറൊക്കെയുള്ള മോളാണ്. അപ്പോൾ അതിൻ്റേതായ അതിനെ മുഖച്ചായ മാറണ ഇഷ്ടമല്ല. അത് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ ഹെയർ സ്റ്റൈൽ മതി, ഇന്നത് മതി എല്ലാം കാണിച്ചു കൊടുത്ത് അങ്ങനെ ചെയ്തു. ഇപ്പം ന്യൂജൻ പിള്ളേർ ഒത്തിരി ദിവസം മുമ്പേ പ്ലാൻഡ് ആവും അവരുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെ വേണം. പല ഇങ്ങനെ കല്യാണക്കാരുടെ കെട്ടിയതിൻ്റെ പല ഫ്രണ്ട് ഒരാക്കടെ ബാക്ക് ഒരാക്കടെ ഇങ്ങനെയൊക്കെ കെട്ടി നമ്മളങ്ങനെ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ എളുപ്പം നമുക്കിപ്പം ഒത്തിരി ഇൻസ്റ്റ ഫേസ്ബുക്കൊക്കെ വന്നാറിനെ പലത് ഇങ്ങനെ. അപ്പോൾ അങ്ങനെ അതീവ മനോഹരമായിട്ട് ഒരുക്കാൻ യേശുമ്പരാൻ ഇടവരുത്തി. അതിൻ്റെ ഫോട്ടോസ് ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ മുടിയുടെ ഇത്തവണ ഒത്തിരി കരാട്ടിൻ്റെ ആട്ടോ കണ്ട കരാട്ടിനാണ് ചെയ്തേക്കണേ. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസാണ്. അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ സ്മൂത്തനിങ് കിടക്കൂല കേട്ടോ. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പോൾ ഉള്ളൊക്കെ ഇവിടെയൊക്കെ കരാട്ടിനാണ്. ഇത് കണ്ട ചെറിയൊരു വളവും ഇങ്ങനെയൊക്കെ വരും. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ ഈ സോഫ്റ്റ്നെസ് ആക്കുക എന്നുള്ളതാണ്. മുടീനെ സോഫ്റ്റ് ആക്കുക. അതിൻ്റെ മുടിയുടെ ബോണ്ട് തകർക്കണില്ല. ബോണ്ട് ഒടിച്ചിട്ട് തകർക്കണത് സ്മൂത്തനിങ് അല്ലെങ്കിൽ ഹെയർ ലാക്സിങ് ഒക്കെ ചെയ്യുക. പണ്ട് എൻ്റെ മുടി ഇത് കണ്ടോ, അതിങ്ങനെ എത്ര ഇത് വെട്ടിപ്പോണവരെ ഇങ്ങനെ കിടക്കും. അതിന് കെമിക്കൽ എന്നാലാണ് ബോണ്ട് തകർക്കുള്ളൂ. മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു കവറിങ്ങേ ഉള്ളൂ. അത് നമ്മൾ ആഴ്ചയിൽ 1 or 2 ഒക്കെ വാഷ് ചെയ്ത് ആഫ്റ്റർ കെയർ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ സോഫ്റ്റ്നെസ് ഇങ്ങനെ ഇരിക്കും. ചെറിയ വേഴ്സ് പോലെയൊക്കെ വരും. പക്ഷെ അത് ഒരു നാച്ചുറൽ ലുക്കിൽ രസമല്ലേ. വടി പോലെ കിടക്കണേക്കാളും ചെറിയ വേഴ്സ് അല്ലേ രസം. അപ്പോൾ അങ്ങനെ വേഴ്സൊക്കെ വരാണ്ടിരിക്കില്ല. അതെന്തായാലും വരും. സോഫ്റ്റ്നെസ്സാണ് മെയിൻ. എന്ന് വെച്ചാൽ പഴയ പോലെ ആവുമല്ലോ കേട്ടോ. എനിക്ക് എൻ്റെ അഭിപ്രായം കരാട്ടിൻ 8 മാസമൊക്കെ കൂടുമ്പോൾ 5-8 മാസം കൂടുമ്പോൾ കരാട്ടിൻ ആദ്യം മുതൽ കരാട്ടിൻ ചെയ്യുമെങ്കിൽ 5-8 മാസം കൂടുമ്പോൾ കരാട്ടിൻ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. മറ്റേ ഹെയർ ലാക്സിങ് ആണെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോൾ അടിക്കണം. എന്ത് ചെയ്താലും ചിലർ എന്നോട് ചെന്നിട്ട് ചോദിക്കാറുണ്ട്, മുടിയിൽ ഇവിടെ പെർമനൻറ്റ് കളർ ചെയ്യാറുണ്ട്. പെർമനൻറ്റ് കളർ ചെയ്യണ എല്ലാം ഷോസ്കോഫ് ലോറിയൽ എല്ലാം അങ്ങനെ എല്ലാവരുടെയും പെർമനൻറ്റ് കളറിങ്ങാണ്. അതിപ്പോൾ ബ്ലാക്കോ ബ്രൗണോ ഒക്കെ ഇങ്ങനെ ചെയ്തത് ഇവിടെയൊക്കെ ഇതൊക്കെ വൈറ്റ് ഹെയറാണ്. ഇത് തലേന്ന് കെളുത്തു വന്നത് വൈറ്റാണ് വന്നെ. 2 ആഴ്ച ആകുമ്പോഴത്തേക്കും തലേന്ന് കെളുത്തു വന്നത് ഇത്രയും വരും. അവിടെ ഒരു വെള്ളി മിന്നി പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ അടിക്കേണ്ടി വരും. അല്ലാണ്ട് ഇത് ചെയ്തത് പോകണമെന്നല്ല. ചെയ്ത് പോയാൽ ഈ മുടി ഇങ്ങനെ കളർ തന്നെ ഇരിക്കില്ല. ഇവിടെ ടച്ച് ചെയ്താൽ മാത്രം മതിയാവും. വന്നത് ടച്ച് ചെയ്യണം. അതിനൊരു പെർമനൻറ്റ് റെമഡി ഇതുവരെ
അങ്ങനെ ഒന്നിനും പെർമനൻറ്റ് റെമഡി കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. ദൈവം തന്ന ബ്ലാക്ക് കളറും ദൈവം തന്നതിനൊക്കെ എന്നാ വില അല്ലേ. ഒന്നിനുമില്ല ശാശ്വതമായ ഒരു പെർമനൻറ്റ് റെമഡി. ഇപ്പോൾ ദൈവം തന്നെ സ്കിന്നും മുടിയും ആരോഗ്യവും ഒക്കെ വിലയേറിയതായിട്ട് കൈകാര്യം ചെയ്യുക, പരിപാലിക്കുക. സ്കിന്നിനും ഒക്കെ ആവശ്യമുള്ള ഇടയ്ക്കൊക്കെ ഒന്ന് ഫേഷ്യൽ ചെയ്യുക. ഞാൻ തന്നെ എന്നെ ഓർക്കുക, ഈ ജനുവരി ഒക്കെ ഭയങ്കര തിരക്കായിരുന്നു. ഇതുവരെ എനിക്ക് ഫേഷ്യൽ ചെയ്യാൻ കയറാൻ പറ്റിയില്ല. അപ്പോൾ ഫേഷ്യൽ ചെയ്യണമെന്ന് ഞാൻ ഓർത്തിട്ട് ഫേഷ്യൽ ചെയ്യാണ്ടിരുന്നപ്പോൾ എൻ്റെ മുഖച്ചായൊക്കെ ഏതാണ്ട് പോലെയായി. ആ മുഖത്തിൻ്റെയൊക്കെ അങ്ങനെ എനിക്ക് തോന്നണേ കേട്ടോ. എല്ലാവരും പറഞ്ഞു മുഖമൊക്കെ വല്ലാണ്ട് ഇരിക്കണേന്ന്. അപ്പോൾ ഞാൻ ചീത്തയായ പോലെ, ഞാൻ വീഡിയോ കണ്ടിട്ട് എന്നെ വീഡിയോ കാണാൻ ചീത്തയായ പോലെ. അപ്പം ഞാൻ ആഞ്ഞ് ശ്രമിക്കണം. ആൾക്കാർ പലതും പറയുമ്പോൾ നമ്മൾ അയ്യോ അവരെ കുശുമ്പം കൊണ്ടാണ്, എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ചീത്തയെന്ന് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ ഫേഷ്യലുകൾ അടുപ്പിച്ചൊക്കെ ചെയ്തെന്ന് സ്റ്റൈൽ മന്നത്തി ആകണം നോക്കണം. ആ തിരക്ക് വന്നപ്പോൾ ഒന്നും ഫേഷ്യൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫേഷ്യൽ എന്തല്ലാന്ന് അറിയാമോ, നമുക്കിങ്ങനെയൊക്കെ ആ ഹാങ്ങിങ്ങൊക്കെ ഇത് ഹാങ്ങിങ്ങൊക്കെ മാറാൻ ആ ക്രീമൊക്കെ ഇട്ടങ്ങ് ചെയ്യുമ്പോൾ നമ്മൾ കാര്യം വീട്ടിൽ ഇരുന്ന് ചെയ്യുമെങ്കിൽ എനിക്കിങ്ങനെ തണുപ്പുള്ളതും ഫ്രൂട്ട്സിൻ്റെ ജ്യൂസൊക്കെ തേക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നം വരുക. സ്കിന്നിയിട്ട് ഒന്നും പറ്റൂല. എനിക്ക് ഫേഷ്യലുകൾ മാത്രമേ പറ്റുള്ളൂ നേരിട്ടൊക്കെ. അപ്പം ഇങ്ങനെ ജ്യൂസ് കുടിച്ചാലും ഒക്കെ എനിക്ക് പ്രശ്നങ്ങൾ. തണുപ്പം നീളുമ്പോൾ മൊത്തം തണുപ്പിന് യേശപ്പൻ്റെ നാമത്തിൽ അത് മാറിപ്പോട്ടെ. യേശപ്പൻ്റെ അടിപ്പിണരാൽ അതിനൊന്നും കീഴ്പ്പെടരുത്. നീ എന്തിനോട് തോക്കുന്നു അതിനെ നീ അടിമപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് സമയം തണുപ്പ് നേർക്കട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുക. ഇനി പാമ്പിനെയും തേടിനെയും സാത്താൻ്റെ സകല ബലത്തെയും ചവിട്ടുക ഞാൻ നിനക്ക് അധികാരം നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞ് യേശമ്പരാൻ്റെ നാമത്തിൽ അതെല്ലാം ക്യാൻസലാക്കി കളയുക കേട്ടോ. നിങ്ങളൊക്കെ ഒന്നിനും നമ്മൾ അടിമപ്പെടരുത്. അപ്പോൾ ഇന്ന് അതിമനോഹരമായ ഇനി വീഡിയോസ് കാണാം. ശരി എന്നാൽ ഈ മോക്കടെ കെയർ മേക്കോറിന് വന്നാണേ. ഞാൻ കാണുമ്പോൾ നല്ല സോഫ്റ്റ് പോലെ തോന്നിക്കില്ലേ. എൻ്റെ കൈ തൂക്കിയിടാട്ടോ. കൊച്ചിന് വേദന ഇരിക്കും. എൻ്റെ കൈക്ക് നല്ല മണം വെയിറ്റ് ഉണ്ടല്ലോ. കിട്ടുവത്തില്ല ആടോപ്പള്ളി തൂക്കിയിടുമ്പോൾ ഇങ്ങനെ കിടക്കും. കാണുമ്പോൾ നമുക്ക് തോന്നി. ഇനിയിപ്പോൾ കഴുകുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ഡ്രൈനസ് അറിയണം. അപ്പോൾ ചുരുണ്ട മുടിയ കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് ആട്ടോ ചെയ്യാൻ പോണേ. ഏറ്റവും അപ്ഡേറ്റ് പ്രൊഡക്റ്റാണ് അത്. നമുക്ക് എവിടെയൊക്കെ പുറത്തുള്ളവരാണ്. അപ്പം നമുക്കിങ്ങനെ ഇടയ്ക്ക് മറ്റേ ഓർഡിനറി കേരളാസിനൊക്കെ ചെയ്യണമെങ്കിൽ 6 മാസമൊക്കെ കഴിയുമ്പോഴത്തേനും ഈ തലേന്ന് കിളിച്ച് വന്നത് ഇത്രയും വരും. മറ്റതുമായിട്ട് ചേഞ്ച് വരും. അപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. അത് കാരണം ഇപ്പോൾ മിക്കവരും കരാട്ടിനിലേക്ക് തിരിയണേ. എവർക്കിപ്പോൾ അടുത്ത വർഷം വരുമ്പോൾ കരാട്ടിൻ ചെയ്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ആഫ്റ്റർ കെയർ യൂസ് ചെയ്ത് മൾട്ടി വിറ്റാമിനും D3 അതുമൊക്കെ നോക്കി മൾട്ടി വിറ്റാമിനും എടുത്തുകൊണ്ടിരുന്നാൽ മുടി ഭയങ്കര സോഫ്റ്റായിട്ട് ആഫ്റ്റർ കെയറിൽ ഒരു 40 മാസം കഴിയുമ്പോൾ ഓർഡിനറിയിലേക്ക് വരും. പക്ഷെ ഇത്രയും ശരിക്കും ഓർഡിനറി ആവില്ല. എന്നാലും ഭയങ്കര സോഫ്റ്റും ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് നമുക്ക് അങ്ങനെ ഫോളോ അപ്പ് ചെയ്താലും മതി. അത് കാരണം ഇപ്പോൾ കൂടുതൽ കരാട്ടണം. മറ്റേ 6 മാസം കഴിയുമ്പോഴത്തേനും ചെയ്തില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു വൃത്തികേട് വരും. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഈ കൊച്ചിൻ്റെ മുടി ഇതിപ്പോൾ കണ്ടിട്ട് ഇങ്ങനെ പരസ്യത്തിനെ വെല്ലണ പോലെ തോന്നണില്ലോ. ഇതിന് പരസ്യത്തിനെ വെല്ലണ പോലെ കിടക്കണ കാണുന്ന അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മക്കളുടെ കെയർ മേക്കോവർ കഴിഞ്ഞ് അന്നേരം ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചാൽ അങ്ങനെ തൂക്കിടക്കും. അതേ ഇപ്പോൾ കൈ ഇങ്ങനെ ആ താഴത്തേക്ക് വരും. കണ്ട സൂപ്പറായിട്ട് കണ്ട ട്രീറ്റ് ഹെയർ ആണെന്ന് തോന്നുമോ? നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ആയിട്ടല്ലേ തോന്നുള്ളൂ. കരാട്ടിനാട്ടോ ചെയ്തേക്കണേ. കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിക്സ്. എത്ര പ്രാവശ്യം പറഞ്ഞാലും പേരിങ്ങനെ പറയുമ്പോൾ തെറ്റി പോകും. അപ്പോൾ നല്ല ഗ്ലോയി ഉണ്ട്. മുടിക്ക് മോക്കടെ ഉള്ളുള്ളതാട്ടോ. ഡ്രൈനെസ് ആണ്. അപ്പോൾ എല്ലാവരുടെയും ഹെയർ ഭയങ്കര ഡ്രൈയാണ്. ഹെയറും ഡ്രൈയാണ്, സ്കിന്നും ഡ്രൈയാണ്. അപ്പോൾ ഇനി ആഫ്റ്റർ കെയർ യൂസ് ചെയ്താൽ മതി. ആഫ്റ്റർ കെയറും മൾട്ടി വിറ്റാമിൻ മസ്റ്റാണ്. വിറ്റാമിൻ കഴിച്ചാലേ നമുക്കത് എല്ലാം ഇത് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിച്ച് കറക്റ്റാക്കി മുടി ഒത്തിരി എല്ലാവരും ശ്രദ്ധിക്കണേ. എനിക്ക് ഒത്തിരി സന്തോഷം. മുടി ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് വൈറ്റ് ഹെയർ ഉണ്ടാകാണ്ടിരിക്കും. മൾട്ടി വിറ്റാമിൻ്റെ ഡെഫിഷ്യൻസി വരികയാണ്. അപ്പോൾ എൻ്റെ വിദ്യാമ്മയ്ക്ക് പണ്ട് നേരത്തെ നനസ് അവർക്ക് അന്ന് D3 ടെസ്റ്റ് ചെയ്തൊന്നും ലാഭമൊന്നുമില്ലോ. അങ്ങനെയൊന്നും കഴിച്ചില്ലായിരിക്കും. അപ്പോൾ പാരമ്പര്യം പണ്ടൊക്കെ വാദം പിടിച്ച് എല്ലാ വീട്ടിലും കിടക്കണ്ട. അതിപ്പോൾ ആൾക്കാരങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഇതിന് ട്രീറ്റ്മെൻറ്റ് ആയപ്പോഴൊക്കെ പരിഹാരമായി. അപ്പോൾ നമ്മളിങ്ങനെ അതും പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കുഴപ്പം ഇതൊന്നുമല്ല, നമ്മുടെ ഉള്ളിലെ കുഴപ്പം കൊണ്ടാണ് വൈറ്റ് ഹെയർ വന്നത്, മുടി പൊട്ടുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം. ഹെൽത്ത് ആണ് നമ്മുടെ ഹെൽത്താണ് കുടുംബത്തിൻ്റെ അസറ്റ്, മക്കളുടെ അസറ്റ്, എല്ലാം ലോകത്തിൻ്റെ അസറ്റ്. ഒരു കുടുംബം ആരോഗ്യമുള്ളതാണെങ്കിൽ അങ്ങനെ എല്ലാ കുടുംബം ആരോഗ്യമെങ്കിൽ ലോകത്തിൻ്റെ ആരോഗ്യം ശരിയായില്ലേ. അപ്പോൾ എല്ലാ കാര്യവും നമ്മളിൽ അടങ്ങിയിരിക്കുക. ലോകത്തിൻ്റെ സന്തോഷവും ആരോഗ്യവും ഒക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ മോളെ ഇഷ്ടപ്പെട്ട മോളെ
ഒരു സുന്ദരിയാണ്. അപ്പോൾ ഫേസൊക്കെ കാണിക്കാറുണ്ട്, ഒരു ഫിലിപ്പ് സ്റ്റാർ പോലെ ഇരിക്കണേ. കാണിക്കണ്ടേ? അപ്പോൾ കാണിക്കേണ്ടത് പറഞ്ഞു. പിന്നെ ഇപ്പം എന്താ ചെയ്യണേ? അപ്പോൾ എല്ലാ കൊച്ചിനൊക്കെ ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ചെയ്യാനുള്ള ഒരു ധൈര്യസമേതം പോലെ കരാട്ടിൻ ഇത് ചെയ്തിട്ട് പോകാം. നോ കെമിക്കൽ എന്ന് അവർ പറഞ്ഞ 9, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് വരെ ചെയ്യുന്നുണ്ട്. പ്രഗ്നൻസിയിലൊക്കെ ചെയ്താൽ പ്രോബ്ലം ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നോ കെമിക്കലാണ്. അപ്പോൾ പിന്നെ 40 വാഷ് ഔട്ടാണ്. അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മളെല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തലേന്ന് കിളുത്ത് വന്നതും ഇതും ഡിഫറൻസ് ഫീൽ ചെയ്യില്ല. ഇത് മെയിൻ സോഫ്റ്റ്നെസ്സിനാണ്. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആകുക എന്നുള്ളൂ. കുറച്ചൊക്കെ കഴിയുമ്പോൾ ചെറിയൊരു വളവും തിരിവും ഒക്കെ വരും. അപ്പോൾ അതൊന്നും ടെൻഷൻ അടിക്കണ്ട. ഇത് സോഫ്റ്റ് ആക്കുക എന്നുള്ളതാണ്. കുറേ കഴിഞ്ഞ് നാച്ചുറലിലേക്ക് പോകും. പക്ഷെ അത്രയും പഴയ ഇതെല്ലാം ചെറിയ ഇങ്ങനെ വേഴ്സ് പോലെ ഇങ്ങനെയൊക്കെ വന്ന് അങ്ങനെ. അപ്പോൾ എല്ലാ മുടി ഒരുപോലെ ഇരിക്കും. പിന്നെ നമ്മുടെ മുടി സോഫ്റ്റ് ആയിട്ട് ഗ്ലോ ആയിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ വേഴ്സ് പോലെ കിടക്കുന്നൊക്കെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ശരിയാണ്. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണേ. ഇത് കരാട്ടിനാട്ടോ ചെയ്യാൻ പോണേ. അപ്പോൾ ഇങ്ങനത്തെ മുടിയൊക്കെ ആദ്യം മുതലേ കരാട്ടിൻ ചെയ്താൽ, കരാട്ടിൻ എന്ന് പറഞ്ഞാൽ സ്മൂത്തനിങ് പോലെ എപ്പോഴും വടി പോലെ കിടക്കൂല കേട്ടോ. ചെയ്യുമ്പോഴൊക്കെ എങ്ങനെ കിടക്കും. പിന്നെ അത് വാഷ് ഔട്ടിൽ പയ്യെ ചേഞ്ച് ആയി വരും. കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് ആട്ടോ ചെയ്യണേ. കരാട്ടിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ മുടീനെ ഡ്രൈനെസ് മാറ്റി സോഫ്റ്റ് ആക്കുക എന്നുള്ളതാണ്. പിന്നെ മസ്റ്റായിട്ട് ആഫ്റ്റർ കെയർ യൂസ് ചെയ്യണത് കറക്റ്റായിരിക്കണം. അല്ലെങ്കിൽ ഇതിനെ സൾഫേറ്റുള്ള ഇങ്ങനത്തെ പൊട്ട ഷാമ്പു ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ കവറിങ് പെട്ടെന്ന് പോകും. ഈ ഒരു കവറിങ്ങേ കൊടുക്കുള്ളൂ. ഇതിൻ്റെ ബോണ്ടിനെ ഒന്നും തകർക്കണില്ല. നോ കെമിക്കലാണ് കരാട്ടിൻ. അപ്പം മെയിൻ മുടിക്ക് സോഫ്റ്റായിട്ട് ആ പൂടയൊക്കെ പൊങ്ങിയിരിക്കുന്ന താണ് ചെറിയ വളവൊക്കെ പയ്യെ വരും. പക്ഷേ ഇതുപോലെ വരില്ല. ചെറിയ വേഴ്സ് പോലെ അതിമനോഹരമായിട്ടാണ് ചേഞ്ചുകൾ വരുള്ളൂ. ഒരു 5-8 മാസമൊക്കെ കിട്ടും നമുക്ക്. പക്ഷേ ഇപ്പോൾ ഏറ്റവും അധികം എല്ലാവരും കരാട്ടിനിലേക്കാണ് നമുക്ക് ചെയ്യാൻ തന്നെ. പക്ഷെ നമുക്ക് ഏറ്റവും ഇങ്ങനെ എളുപ്പം സ്മൂത്തനിങ് ഒക്കെ ആട്ടോ. അപ്പോൾ യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് കരാട്ടിനാണ് ചെയ്തേക്കണേ. കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ്. ഏറ്റവും അപ്ഡേറ്റ് സാധനം, ഏറ്റവും ഗുഡ് റിസൾട്ട്. കൊച്ചിന് സന്തോഷം സഹിക്കാൻ പറ്റുള്ളൂ കേട്ടോ. കൊച്ച് പഠിക്കാൻ പോവുക. അപ്പോൾ ഒന്ന് മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇനി എന്നാ നാട്ടിയിട്ട് വന്നേന്ന് അറിയാൻ പാടില്ല. പുറത്ത് ഓസ്ട്രേലിയക്ക് പഠിക്കാൻ പോവുക. അപ്പോൾ ദേ മുടി കണ്ടോ, ഇതെങ്ങനെ ഒഴുകി കിടന്നോളൂ. ഞാൻ പറയുന്നത് D3 ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ എന്നിട്ടിപ്പോൾ ഇനി കൈയൊക്കെ നമ്മൾ ഈ കരാട്ടിൻ ചെയ്താൽ പിന്നെ ഇതിൻ്റെ അഡീഷനാണത് ഇതാണ് സോഫ്റ്റും ഇതും. പക്ഷേ ഇങ്ങനെ കരാട്ടിൻ 40 വാഷേ ഉള്ളൂ കേട്ടോ. നമ്മൾ ആഫ്റ്റർ കെയർ ഒക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ പിന്നെ ആ ചെറിയ മൊത്തം മുടി ഒരുപോലെ ഇരിക്കും. ചെറിയ കേള് പോലെയൊക്കെ വന്നാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ ബോറടിക്കില്ലോ. ഇത് മറ്റത് ചെയ്താൽ മുടി നീണ്ടു കിടക്കും, തലേന്ന് കിളുത്ത് വന്നത് അങ്ങനെ. അപ്പോൾ നമുക്ക് വെർജിൻ ഹെയറിൽ 1-2 പ്രാവശ്യം അത് കുഴപ്പമില്ല. പക്ഷേ ഭയങ്കര ചുരുട്ടിൻ്റെ മുടിയിൽ കൊള്ളില്ല. അപ്പോൾ ഇപ്പോൾ അധികം ഇവിടെ വന്നതെല്ലാം കരാട്ടിനാണ് അധികം വന്നത്. ഏത് വേണേലും ചെയ്യാട്ടോ, രണ്ടും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ അതിമനോഹരമായിട്ട് മുടി ചെയ്ത് കിട്ടണമെങ്കിൽ വേഗം ഇങ്ങനെ പോലെ. കൊച്ചിനെ ഇഷ്ടപ്പെട്ടോ? അപ്പം ഭയങ്കര ഹാപ്പിയാണ്. കൊച്ച് ഒന്നാതെ വിസയൊക്കെ കൊച്ചിനിങ്ങനെ വന്നം. യേശുവിൻ്റെ ഒക്കെ ഉടനെ വരട്ടെ. അപ്പോൾ അടിച്ച് പൊളിച്ച് പുറത്തൊക്കെ പോയി പഠിച്ച് നാട്ടിൽ കഴിയുമ്പോൾ ഇത് ചെയ്തിട്ട് വാങ്ങും. ഞാൻ അവിടെ ചെന്നിട്ട് ഇങ്ങനെ തലമുടി പണിതുകൊണ്ടിരിക്കേണ്ടല്ലോ. പിന്നെ ഷാമ്പു ഒക്കെ മേടിച്ചോണ്ട് വെക്കും. അവിടെ ചെന്നിട്ട് ഇനി അതന്വേഷിച്ച് പറക്കി അവിടെയൊക്കെ കിട്ടും. ഷോസ്കോപ്പൊക്കെ ഓസ്ട്രേലിയയിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന സാധനം. അങ്ങനെ അവിടെ ഉണ്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ കണ്ടല്ലോ, നല്ല ഉള്ളുണ്ട്. ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു പെട്ടെന്ന് വരെ 4 മണിക്കൂർ വേണ്ട. 10 മണിക്ക് വന്നാൽ 2 മണിക്ക് തീരും. 1 മണിക്ക് മുമ്പെങ്കിലും വന്നിട്ടോ. അപ്പോൾ ശരിയാണ്. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നതാണേ. ഇത് മുടി കരാട്ടിൻ ചെയ്യാനാട്ടോ വന്നേക്കണേ. ഇതിങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് ബൊന്നിരിക്കണുള്ളൂ കേട്ടോ. മുടിയുടെ ഭയങ്കര വെരി ഡ്രൈയാണ്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഇത് അതിമനോഹരമാകുന്ന കാഴ്ച കാണാം. കുറച്ചധികം വെട്ടിയൊക്കെ കളഞ്ഞിട്ടാട്ടോ ഇത് ചെയ്യാൻ പോണേ. പുള്ളിക്കാരിക്ക് ഷോർട്ട് മതി എന്ന് പറഞ്ഞാൽ കഴുത്തിന് ചുറ്റും ഇങ്ങനെ കിടക്കണ പോലെ. ഡ്രൈനെസ് വരുമ്പോൾ മെയിൻ്റനൻസ് ഭയങ്കര പാടാണല്ലോ. അവരെല്ലാം പുറത്തുള്ളവരാണ്. അപ്പോൾ നമുക്ക് ജോലിയും ഇത് ചെയ്യണത് തന്നെയാണ്. നമുക്കിടെ പണിയും ഒത്തിരി കുറഞ്ഞ് നമുക്ക് ആ ഭയങ്കര ഒരു സൗകര്യമാണ്. മുടി അങ്ങ് ചെയ്ത് കിട്ടിയാലേ അത് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണത് തന്നെ
ആ നമ്മുടെ മുഖത്തിൻ്റെ ചേഞ്ചും സൗകര്യവും കൂടെ ഓർത്താണ് എല്ലാവരും ആരപ്പം ചെയ്യാത്തയുള്ള കണ്ടിന്യൂസ് ആയിട്ട് ഹെയർ മേക്ക് ഓവർ ചെയ്യാത്തൊരു മനുഷ്യരില്ല. വെറുതെ വീട്ടിലിരിക്കുന്നവരായാൽ പോലും എല്ലാവരും ഹെയർ മേക്ക് ഓവർ ചെയ്യുകയാണ്. അവർക്ക് കണ്ണാടി നോക്കുമ്പോഴൊരു ഇത് കിട്ടണ്ടേ. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഈ മോള് കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാൻസ് ആണ് ചെയ്തത്. ഞാൻ എപ്പോഴും ഈ പേരെടുത്ത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കരാട്ടിനെല്ലാം കൊള്ളൂല. ഈ കമ്പനിയുടെ പേര് നിങ്ങൾ അറിയാൻ വേണ്ടി തന്നെയാണ്. അത് ഒത്തിരി സൂപ്പർ അപ്ഡേറ്റും ആണ്, സൂപ്പർ സംഭവമായിട്ടാണ്. ഈ മോള് 2022 കരാട്ടിൻ ചെയ്തിട്ട് നമ്മുടെ ഇവിടുന്ന് പോയത് വന്നപ്പോഴും വലിയ കുഴപ്പമില്ലാണ്ട് മുടി നല്ല സ്റ്റൈലായിട്ടാണ് കിടക്കണേ. അപ്പോൾ ഈ കൊച്ചു പറയാം ഒരു 40 വാഷിൽ അതിൽ കൂടുതൽ കിട്ടുന്ന എന്തായാലും 40 വാഷ് കഴിഞ്ഞാലും പഴയ രൂപത്തിലേക്ക് പോകുള്ള ആഫ്റ്റർ കെയർ ഈ കൊച്ചു മസ്റ്റായിട്ടല്ല യൂസ് ചെയ്തു കേട്ടോ. നമ്മൾ പുറത്ത് പോകുന്നവരായാലും ഇവിടുന്ന് തന്നുവിട്ട് ആഫ്റ്റർ കെയർ തരുന്ന അവിടെ ഏതാണെന്ന് എന്നോട് വാട്സപ്പിൽ ചോദിച്ചാൽ മതി. ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ വാട്സപ്പ് നമ്പർ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ തന്നു കൂടാതെ തീർന്നു പോയാൽ അവിടെ എന്താ കിട്ടണേന്ന് എന്തായാലും ആഫ്റ്റർ കെയർ യൂസ് ചെയ്യാൻ പറ്റിയവർ മാത്രം ഇത് ചെയ്താൽ മതി. അല്ലെങ്കിൽ മുടി ഡ്രൈ ആയാൽ എനിക്ക് കാണുമ്പോൾ സങ്കടം വരും. എനിക്ക് രണ്ടാമത് വരുമ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാ കളികളും പിടിക്കും. വിറ്റാമിൻ ഗുളിക കഴിക്കാത്തവരെ പിടിക്കും, ആഫ്റ്റർ കെയർ യൂസ് ചെയ്യാത്തവരെ പിടിക്കും, മുടിയെ തൊടുന്നത് എനിക്കറിയാം, എല്ലാത്തിനും കഴിയോടെ പിടിക്കും. അപ്പോൾ ഉടനെ പറഞ്ഞോ ഞങ്ങൾ ആദ്യം കഴിച്ചായിരുന്നു, തന്നു വിട്ട് ഉടനെ വിറ്റാമിൻ ഗുളിക കഴിച്ചായിരുന്നു. പണ്ട് എനിക്ക് പനി വന്ന് അന്ന് പാരസെറ്റമോൾ കഴിച്ചാൽ മതി. ഇപ്പോൾ പനിക്കുമ്പോൾ അത് ആ പരിക്കാനാണ്. നമുക്ക് D3 ഒക്കെ കുറവാണെങ്കിൽ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. വിറ്റാമിനും ഇടയ്ക്കിടയ്ക്കൊക്കെ കഴിക്കണം. എന്നും അല്ല ഉള്ളതെല്ലാം വാരി വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ കഴിക്കണം. ഈ മുടിയുടെ ഈ മോൾ അപ്പടി ഷോർട്ട് ആക്കിയിട്ടാണ് വന്നേ. എന്ത് ഗ്ലോയാണ് കിടക്കണേന്ന് നോക്കിക്കേ. നോക്കിക്കേ എന്ത് ഭംഗിയാന്ന് അടുത്ത് കാണാവോ. ആ തിളങ്ങിയിരിക്കണം. ഇത് കരാട്ടി മാത്രം ചെയ്ത മുടിയാട്ടോ. ഇതിന് മുമ്പും കരാട്ടി മാത്രം ചെയ്തിട്ടേ ഉള്ളൂ. എന്ത് ഭംഗിയ. ഇതിപ്പോൾ ഷോർട്ടായിട്ട് വെട്ടിയിട്ടാണ് വന്നത്. ഉള്ളൊക്കെ തോന്നണില്ലേ നോക്കിയത്. വേണ്ട മുടിയുണ്ട്, ഉള്ളൊക്കെ ഉണ്ട്. ആദ്യം കണ്ടപ്പോൾ അത്രയും തോന്നിയില്ലായിരുന്നു. അപ്പോൾ ചെയ്തിട്ടപ്പോൾ ഇത് നല്ല ഭംഗിയിൽ അടിപൊളിയായിട്ട്. അപ്പോൾ ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്താൽ ഇതുപോലെ സൂപ്പറായിട്ട് റിസൾട്ട് കിട്ടും. മൾട്ടി വിറ്റാമിനും കഴിക്കണം. അപ്പോൾ യേശുവിൻ്റെ കൃപയായിട്ട് നമ്മൾ പറഞ്ഞ പോലെ പനങ്കല ഉണ്ടാകും. രണ്ടാമത് എൻ്റെ അടുത്ത് പറയാണ്ടിരിക്കരുത്. ഞാനിങ്ങനെ ചോദ്യം ചെയ്ത് പോയിട്ടില്ല. ഞാനിങ്ങനെ പേടിപ്പിച്ച് പറയുമ്പോൾ എന്താണെങ്കിലും അനുസരിക്കുമല്ലോ എന്ന് ഓർത്തോണ്ടാണ്. എന്തായാലും നമ്മളനുസരിച്ച കറക്റ്റ് മുടിയുടെ തിക്നെസ് ഇതിലേക്ക് ആക്കാൻ വീണ് കഴിഞ്ഞാൽ പിന്നെ അവരതിൽ നിന്ന് മാറില്ല. എനിക്കിപ്പോൾ ഈ ആഫ്റ്റർ കെയറൊക്കെ ആ ഷാമ്പൂവും ഇതൊന്നും അല്ലാണ്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അവരെ അതിലേക്ക് നിർബന്ധിച്ചാൽ കുറേ കഴിഞ്ഞാൽ അവർ അതിലേക്ക് തന്നെ ആയിക്കോളും. അപ്പോൾ അങ്ങനെ നിർബന്ധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ളവരെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ പോരാ. ശരി എന്നാ. ഈ മോക്കള് നമ്മുടെ നേരത്തെ 2 വർഷം മുമ്പ് ഹെയർ ലാക്സിങ് ചെയ്തിട്ട് പോയതാണ്. ഈ മോള് ഹെയർ ലാക്സിങ് ആട്ടോ ചെയ്യണേ. ഞാൻ പറഞ്ഞു ഈ തവണയും കൂടെ ഹെയർ ലാക്സിങ് ചെയ്താൽ മതി, അടുത്തോണേ കരാട്ടും ചെയ്യണമെന്ന്. കാരണം ഈ മുടി ഭയങ്കര എല്ലാവരുടെയും മുടി ഡ്രൈ ആകുക കേട്ടോ. അത് എപ്പോഴും ശ്രദ്ധിച്ചോട്ടെ. സകല മനുഷ്യരുടെയും ഡ്രൈ ആകുക. അത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ പ്രോബ്ലം ആട്ടോ. നമ്മുടെ ഉള്ളിൽ ഡ്രൈനെസ്സാണ് നഖവും മുടിയും ശരീരത്തിൻ്റെ സ്കിന്നിൽ കൂടെയൊക്കെ പുറത്തോട്ട് കാണിക്കണേ. പണ്ടത്തെ പോലെ ആർക്കാർക്ക് മോക്കുരു തന്നെ ഉണ്ടോ എന്ന് ഓർത്ത് നോക്കുക. എല്ലാം ഭയങ്കര ഡ്രൈയിലേക്ക് എന്ന് വെച്ചാൽ കെമിക്കൽ നമ്മൾ കഴിക്കണതിൽ ഒത്തിരി കെമിക്കലുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അമോണിയൊക്കെ ഉള്ളിൽ ചെന്ന് ഡ്രൈനെസ്. ഇതിപ്പോൾ നമ്മൾ ബ്ലീച്ച് മുഖത്തിട്ടാൽ ഡ്രൈ ആക്കുമെന്ന് പറയല്ലേ പറഞ്ഞത്. ഈ ഓയിലങ്ങ് വലിച്ചെടുക്കുമ്പോഴാണ് നമ്മൾ വെളുക്കണതൊക്കെ ആ അമോണിയ അങ്ങ് ചെല്ലുമ്പോൾ. അതുപോലെ അപ്പോൾ ഇത് ഹെയർ ലാക്സിങ്ങാണ് ചെയ്യണേ. യേശു നിറച്ച് മുടി ഉണ്ടായിട്ടുണ്ട് ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്ത്. പക്ഷെ കുറച്ച് നാൾ ആഫ്റ്റർ കെയർ യൂസ് ചെയ്തുള്ളതെന്നാണ് പറയണേ. അതാണ് ഇത്രയും ഡ്രൈനസ് ആകാൻ കാരണം. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. കഴിഞ്ഞ് ഹെയർ റിലാക്സിങ്ങാണ് ചെയ്തത്. കഴിഞ്ഞ തവണ കൊച്ചു ഹെയർ റിലാക്സിങ് ആയിരുന്നു ചെയ്തത്. അപ്പോൾ കൊച്ചു അത് തന്നെ റീഅടിച്ചാൽ മതി. ഇവിടെ വരെ നീണ്ടു. ഒരു വർഷം കഴിഞ്ഞില്ലേ അപ്പം? 1 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ വരെ നീണ്ടു. അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. മണ്ടത്തരം പറ്റിപ്പോയി. ഭയങ്കര ഫ്രസി ചുരുണ്ട മുടിയായിരുന്നു. ഞാനിവിടെ ഇല്ലായിരുന്നു. ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നത്. അതുകൊണ്ടല്ല അവർ പറഞ്ഞാൽ കരാട്ടെ ചെയ്യാൻ. ഞാനിവിടെ ഒടുങ്ങി ചെയ്യും. അവർ ഹെയർ ലാക്സിങ് എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് കരാട്ടെ എന്ന് പറഞ്ഞ് ചെയ്യിക്കുമായിരുന്നു. അപ്പോൾ ഈ ചുരുണ്ട മുടിക്കാരുടെ വ്യക്തം ശ്രദ്ധിക്കുക. ചുരുണ്ട മുടിക്കാർ കരാട്ടയും ചെയ്യണം ആദ്യം മുതൽ. ഹെയർ ലാക്സിങ്ങും ഇതൊന്നും പാടില്ല. എന്നാന്ന് പറയട്ടെ, മുടി ചുരുളുക എന്ന് തന്നെ പറയണത് തന്നെ ഭയങ്കര ഫ്രസി ആവുക. പിന്നെ തലേന്ന് കൃത്യം വന്നത് ചുരുണ്ട് വരും. ചെയ്ത മുടി ഇങ്ങനെ പഴയ പോലെ കിടക്കും. അപ്പോൾ ചേഞ്ച് 6 മാസം കഴിയുമ്പോൾ ഡിഫറൻസ് വരും. അപ്പോൾ കരാട്ടിനാകുമ്പോൾ അവർ ഇങ്ങനെ ചുരുണ്ട് കയറിയിരുന്നത് ഗേൾസ് പോലെ ഭയങ്കര ഒരു രസമായിട്ട് വരും.
അപ്പോൾ കരാട്ടിൻ നിർബന്ധമായിട്ട് വേറെ ഒന്നും ചെയ്യരുത്. കരാട്ടിൻ എന്നും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ചെയ്താൽ ഈ ഗുഡ് റിസൾട്ട് കിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ചെയ്യുന്നതിൻ്റെ കമ്പനിയുടെ പേര് ഞാൻ എപ്പോഴും എന്തിനാ പറയണേ, അത് നല്ല പ്രോഡക്റ്റാണ്. നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിളിൽ അടിച്ചു നോക്കുക. കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാനിക്സ് ആണ് നമ്മൾ ചെയ്യണേ. അപ്പോൾ ഇത് ചെയ്തേക്കണത് നമ്മൾ ഹെയർ റിലാക്സിങ് ആണ്. വോളിയം തോന്നിക്കാൻ രീതിയിൽ, താഴെ മേലും ഒരേ ഉള്ളു തോന്നിക്കാൻ രീതിയിലാണ് ചെയ്തേക്കണേ. പണ്ടൊക്കെ ഈ സ്മൂത്തനിങ് ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ഡിഫറൻസ് വരുമല്ലോ. അപ്പോൾ ഇതിപ്പോൾ താഴെ മേളിൽ പണ്ടത്തെക്കാൾ കൊച്ചിന് ഒത്തിരി മുടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ മുടിയെ പിടിച്ച വഴിയെ പറഞ്ഞു. ആഫ്റ്റർ കെയർ യൂസ് ചെയ്തോന്ന് ചോദിച്ചു, ഇല്ലാന്ന് പറഞ്ഞു. എല്ലാ കള്ളിയും ഞാൻ വെളിച്ചത്താക്കി. വിറ്റാമിൻ ഗുളിക കഴിച്ചോ എന്ന് ചോദിച്ചു, ഇല്ലാന്ന് പറഞ്ഞു. ഇച്ചിരി ആൾ കഴിച്ചാണെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് നോക്കി പാവം അതിനെ കുറേ വഴക്കൊക്കെ പറഞ്ഞു, ഇനി ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞ സ്നേഹം കൊണ്ടാട്ടോ, ഒന്നും തോന്നരുത് കേട്ടോ. അപ്പം കാരണം എല്ലാവരും മുടി ഒത്തിരി ശ്രദ്ധിക്കണം. നമ്മളാ അത്രയും ഞാൻ ഫോഴ്സിലൊക്കെ പറഞ്ഞാൽ ആ മുടി എല്ലാവരും കേൾക്കുമ്പോൾ വഴക്കൂടുക. അതെൻ്റെ ഒച്ച കേട്ടാൽ തന്നെ ആൾക്കാർ മേടിച്ചു. അപ്പം അങ്ങനെയല്ല, എല്ലാവരും ഇങ്ങനെയെങ്കിലും എന്നെ കാണുന്ന മുടി എല്ലാം പറയും. വിറ്റാമിൻ ഗുളിക ഇപ്പോൾ D3 മോളാണ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് വന്നത്. D3 ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്ന റിസൾട്ട് എൻ്റെ ദൈവമേ, എനിക്ക് ചിരിക്കാൻ പറ്റൂല. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? അപ്പം ഇഷ്ടപ്പെട്ടു. എന്നാലും കൊച്ചിനോട് ഞാൻ കരാട്ടം ചെയ്യാമെന്ന് പറഞ്ഞാൽ അപ്പം ആ ഒരു വിഷമം കിടക്കും കേട്ടോ. മണ്ടത്തരായിട്ട് കരാട്ടം ചെയ്യാമെന്നോ പോയി. അപ്പം അടുത്ത തവണ ഞാൻ പറഞ്ഞു കരാട്ടിൽ നിന്ന് പറഞ്ഞിങ്ങി വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരി എന്നാൽ. കല്യാണക്കൊച്ച് മൈലാഞ്ചി ഇട്ട് കല്യാണത്തിന് ഒരുങ്ങണത് നോക്കിക്കേ, ഇത് രസമല്ലേ? ഇങ്ങനെ കല്യാണങ്ങളും മൈലാഞ്ചിടിയിലും ആഘോഷങ്ങളും ഒക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്താ രസമല്ലേ? നമ്മൾ ചോദിക്കും ഒരു കല്യാണത്തിന് ഓടിപ്പോയി അങ്ങനെ രജിസ്റ്റർ ചെയ്താൽ പോരെ, എന്തിനാ ആഘോഷങ്ങളെന്ന്. ആഘോഷങ്ങളില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്താ ഒരു രസം? ഓർമ്മിക്കാൻ ഓരോ ദിവസങ്ങൾ വേണ്ടേ? ദേ കണ്ടോ, ഇത് ചെയ്തുകൊണ്ടിരിക്കണം. ഈ മോക്കടെ കയ്യ് ഇവിടെ വേറെ ഒരു കൈ ചെയ്തുകൊണ്ടിരിക്കണം, വേറൊരാക്കടെ കൈ ചെയ്തുകൊണ്ടിരിക്കണോ. അതിമനോഹരമായിട്ട് ഒരാക്കടെ, ഇത് മണവാട്ടിയല്ല കേട്ടോ, ഇത് ചെയ്ത് അതിന് കൈ ഫ്രീ ആയിട്ട് ഇരുത്തിയേക്കണോ. ഒരു കുഞ്ഞിക്കുടാപ്പി ഇത് കാഴ്ച കണ്ടുകൊണ്ട് നോക്കിയിരിക്കണോ നടുക്ക് കയറി. അപ്പോൾ അതേ കണ്ടോ, എന്ത് രസമല്ലേ? ഇങ്ങനെ ഒക്കെ ഇങ്ങനെ ആഘോഷങ്ങളാണ് നമുക്ക് ജീവിതത്തിൽ അതിമനോഹരം. അപ്പോൾ ഉണ്ടോ, മൈലാഞ്ചി ഇടാനുള്ള ഒരു ഇതൊക്കെ ഇങ്ങനെ പോരെ. അതീവ മനോഹരമായിട്ട് മൈലാഞ്ചിയിടും, ഒരുക്കും എല്ലാം ചെയ്യും. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ. അപ്പോൾ രസകരമായ കാഴ്ച കണ്ടല്ലോ. ഇനി മൊത്തം ഫിനിഷ് ചെയ്തിട്ട് ഫോട്ടോ എടുത്തിടാവേ. നമ്മുടെ മൈലാഞ്ചിടിയിൽ ഫിനിഷിങ് ആയിട്ടോ. ഞാനൊന്ന് മറിച്ച് കാണിച്ചപ്പം അടിപൊളി. അടുത്തയാൾ അടിപൊളി. ഇനി കല്യാണത്തിൻ്റെ ഒന്ന് കാണിക്കാവേ. ഈ മോക്കടെ മേക്കപ്പ് കഴിഞ്ഞു കേട്ടോ. ലക്ഷ്മി പേര് ചോദിച്ചാൽ വൃന്ദയുടെ മോള്, എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാ. അപ്പോൾ വൃന്ദയുടെ കൊച്ചെന്നാൽ ലക്ഷ്മി പേര് ചോദിക്കാൻ വിട്ടുപോയി. നല്ല പറഞ്ഞതാ കൊച്ച്, മറന്നുപോയതാ കേട്ടോ. പ്രായം കൊണ്ടല്ല കേട്ടോ, ചുമ്മാ മറന്നുപോയതാ. അപ്പോൾ കൊച്ച് വൈകിട്ടത്തെ നിങ്ങൾക്ക് എന്താ പറഞ്ഞ മൈലാഞ്ചി കല്യാണത്തിൻ്റെ മേക്കപ്പ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൊച്ച് സുന്ദരിയായില്ലേ? കൊച്ചല്ലേലും സുന്ദരിയാണ്. പിന്നെ മേക്കപ്പ് ഒന്ന് ഇട്ടെന്ന് മാത്രം, ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു മേക്കപ്പ് ആണല്ലോ. കൊച്ചല്ലേ യേശുവിൻ്റെ കൃപയാ, സുന്ദരിയാണ്. അപ്പോൾ കൊച്ചിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. നല്ല അനുഗ്രഹിക്കപ്പെട്ട ജീവിതം എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥന കൊച്ചിനെ കുടുംബത്തെ ഓർത്തരെ. അപ്പോൾ ഒന്ന് ഇവര് ബോംബെ പൂനെയിലാട്ടോ. 2 പെൺപിള്ളേരാ. ഒരാളുടെ കാണിച്ചില്ല, മറ്റേ കൊണ്ടെന്തി ഒടിവായോ. വൃന്ദയ്ക്ക് 2 പെൺപിള്ളേരാ. ഇത് ചേച്ചിക്ക് ഒരു കുഞ്ഞാവയുണ്ട്. ഇത് അനിയത്തി. അത് പൂനെയിൽ നാസിക്കിൽ അല്ലേ, നാസിക്കിലാണ് വൃന്ദയൊക്കെ. വൃന്ദ വലിയ പാട്ടുകാരിയൊന്നും വന്നില്ല. നാളെ ഞാൻ വൃന്ദയുടെ വീഡിയോ വിളിക്കാം കേട്ടോ. ഭയങ്കര പാട്ടുകാരിയാണ്. നമ്മളെ സ്കൂളിൽ, ഞങ്ങളുടെ സ്കൂളിലെ ഫേമസ് സ്റ്റാറായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ മേക്കപ്പ് ചെയ്ത് കൊച്ചിന് ഭയങ്കര നിർബന്ധമായിരുന്നു. ബ്രഷ് മേക്കപ്പ് അതൊന്നും വേണ്ട. ഈ കൊച്ചിൻ്റെ ആ ഒരു മേക്കപ്പ് പോലും കൂടെ നമ്മളെ കൊച്ചിൻ്റെ സൗന്ദര്യത്തിൽ തന്നെ നിൽക്കണം. സ്കിന്നും ഒക്കെ എല്ലാം ഒട്ടും അധികം മേക്കപ്പ് പാടില്ലെന്ന് കൂടെ പറഞ്ഞ് ഞങ്ങൾ ഇതിൻ്റെ കുഞ്ഞി കണ്ണാടി കൊടുത്തേക്ക് പറഞ്ഞു.
ഒരുക്കാൻ അധികം ആകാൻ പാടില്ല, അധികം ആകാൻ പാടില്ല, 2 എണ്ണത്തിന് മതിയായിരുന്നു. അപ്പം അങ്ങനെ മേക്കപ്പ് ചെയ്താൽ മതി എന്ന് ആദ്യമേ വെച്ച് പറഞ്ഞായിരുന്നു കേട്ടോ, ലൈറ്റ് മേക്കപ്പ് മതിയെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരുങ്ങാനൊക്കെ എല്ലാവരും കൊണ്ട് പോരെ. അപ്പോൾ ശരി എന്നാ. ലക്ഷ്മി കൊച്ചിൻ്റെ മേക്കപ്പ് കഴിഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞില്ല എൻ്റെ കൂട്ടുകാരിയുടെ മോളാണ്. സുന്ദരിയായില്ലേ? സുന്ദരിയാണ്, പിന്നെ പ്രത്യേകിച്ച് സുന്ദരിയായില്ലേ എന്ന് ചോദിക്കാനില്ല. പിന്നെ ഹെയർ സ്റ്റൈലൊക്കെ വേറെ ആയപ്പോൾ മോച്ചായ മാറും അല്ലേ? നടുവ് പകർത്തി. ആ ഷർട്ടിക്ക് എല്ലാത്തിനും ഒരു തീരുമാനമുണ്ട്, ഇങ്ങനെ ചെയ്താൽ മതി. കേളിടാനെന്നൊക്കെ ഞാൻ പറഞ്ഞാൽ കേളൊന്നും വേണ്ട, എല്ലാം ആ ഷർട്ടിക്ക് ഒരു വ്യക്തമായ തീരുമാനമുണ്ട്. ഇപ്പം ന്യൂജൻ പിള്ളേർക്ക് എല്ലാം അങ്ങനെയല്ലേ, എല്ലാം പൂ വയ്ക്കുന്നത് എല്ലാം നമ്മൾ ചെയ്താൽ മതി. മേക്കപ്പ് ആകാൻ പാടില്ല അങ്ങനെ. അപ്പോൾ ഇഷ്ടപ്പെട്ട മോളെ അപ്പോൾ ഇങ്ങനെ ഒരുങ്ങാനൊക്കെ സുന്ദരികളാകാൻ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായിട്ട് ഒരുക്കി തരാം നിങ്ങളിലേക്ക് പോരേട്ടോ. അപ്പോൾ നമ്മൾ മുല്ലപ്പൂ ചങ്ങനെ ജസ്റ്റ് ഒന്ന് കാണാം. ഇങ്ങനെ വെച്ചാൽ മതി എന്നാണ്, ചുവപ്പ് പൂവോ വേറെ ഇതൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരി എന്നാ. നല്ല ചേച്ചിനെ കാണിക്കാവേ. ചേച്ചി വരൂ. ചേച്ചി സാരിയൊക്കെയാണ് ചേർത്തി അനിയത്തി സുന്ദരിയായിട്ട് പോണു. ശരി.